സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിലെ വീഴ്ച കാരണം തലസ്ഥാനം വെള്ളത്തിലാകുമ്പോൾ നഗരവാസികളെ പ്രതിപക്ഷവും കൈവിട്ടിരിക്കുകയാണ്. ഭരണം നടത്തുന്ന LDF വീഴ്ചകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിപക്ഷമായ BJPയും UDFും പ്രതിഷേധ സമരങ്ങൾ ചടങ്ങിൽ മാത്രം ഒതുക്കുകയാണ്. ഒരു റിപ്പോർട്ട് കണ്ട ശേഷം തിരികെ എത്താം. തിരുവനന്തപുരം നഗരവാസികൾക്ക് വേനൽക്കാലത്ത് പൊടിയും കുഴി കടന്നുള്ള യാത്രയുമായിരുന്നു. മഴക്കാലം തുടങ്ങിയതോടെ വീട്ടിൽ കടക്കാനും കിടക്കാനും കഴിയാത്ത അവസ്ഥയാണ്. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് 8-9 പ്രാവശ്യം ഈ റോഡ് കുഴിച്ചിട്ടുണ്ട്. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ. ഇപ്പം മഴയാണ്, ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല, സഹിക്കുക. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഇടതു ഭരണകൂടത്തോട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ കുറെ നാളായി ചോദിക്കുന്നുണ്ട്. പക്ഷേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട പ്രധാന പ്രതിപക്ഷ കക്ഷിയായ BJPയും മറ്റൊരു കക്ഷിയായ UDFും എവിടെയാണ്? പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന മേലധികാരി എന്ന് പറഞ്ഞാൽ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു മേലധികാരിയാണ്, സത്യമായിട്ടും പറയണം. കാരണം എന്ത് പണിയാണെങ്കിലും നിങ്ങൾ എവിടെ തന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എവിടെ പോയി നോക്കിയാണ് റോഡെല്ലാം ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും നാട്ടുകാർ എങ്ങനെ നടക്കും? പ്രതിപക്ഷം അങ്ങനെ ഒരു പ്രതിപക്ഷം കാണാനില്ല, ആരും കാണാനില്ല. ഭരണപക്ഷത്ത് നിന്ന് വരും, ഇപ്പം ശരിയാക്കും പറയുന്നതല്ലാതെ ഒരിടത്തും അത് എത്തിയിട്ടില്ല. ഇപ്പോൾ പെയ്യുന്നത് വേനൽ മഴയാണ്. ഇത് സാമ്പിൾ. പെരുമഴ വരുന്നേ ഉള്ളൂ. സ്മാർട്ടാകാൻ കുത്തിക്കുഴിച്ച റോഡുകളുടെ പണി മെയ് 31 തീരില്ലെന്ന് ഉറപ്പായതോടെ നഗരസഭയും സർക്കാരും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടല്ലോ. പണി തീർക്കേണ്ട തീയതി ജൂൺ 15 ആക്കിയിട്ടുണ്ട്. മെയ് 31 തീർക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിക്കാൻ കാത്തിരിക്കുന്നവരുടെ വായടപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ്. റോഡിൻ്റെ രൂപത്തിലായിട്ടും ഓടയില്ലാത്ത അവസ്ഥ പലയിടത്തുമുണ്ട്. അതുകൊണ്ട് മഴ പെയ്താൽ വെള്ളം അങ്ങുയരും. ഇരച്ചെത്തുന്ന മഴവെള്ളത്തെ പേടിച്ചിരിക്കുന്ന വീട്ടുകാരുടെ മാനസികാവസ്ഥ മനസ്സിലായാലും ഭരണപക്ഷത്തിന് മിണ്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ നഗരസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന BJPയും UDFും മിണ്ടാത്തത് ആരെ ഭയന്നിട്ടാണെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരും സൈറ്റിൽ സന്ദർശിക്കുകയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പം ഭരണപക്ഷവും വന്നിട്ടില്ല, പ്രതിപക്ഷവും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ആയിക്കൂടി വരുന്ന നിങ്ങളെ പോലത്തെ കുറച്ച് മീഡിയാസ് മാത്രമേ ഉള്ളൂ. BJP ഇന്ന് നഗരസഭാ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടും വിഷയമാണ്. ഇന്ന് വരെ കാണാത്തൊരു ശക്തമായ സമരത്തിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതോടൊപ്പം കൗൺസിൽ പാർട്ടിയും പോകാൻ ഉദ്ദേശിക്കുന്നത്. സമരം ഒരു സൂചന എന്ന് മാത്രമല്ല, ഈ ഭരണകൂടത്തെ താഴെ ഇറക്കിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു നല്ല ജനവിധിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമരം. ജനരോഷം കടുത്തിട്ടും ഭരണപക്ഷത്തിനുള്ള സൂചനയേ ഉള്ളൂ. മെമ്പർമാരെ, 2022 ഈ സമരകാലം നഗരവാസികൾക്ക് നല്ല ഓർമ്മയുണ്ട്. CPMകാരുടെ പട്ടികയുണ്ടാക്കി താൽക്കാലിക നിയമനം നൽകിയെന്ന വിഷയത്തിൽ 56 ദിവസം സമരം കത്തിച്ചവരാണ് BJP UDF കൗൺസിലർമാർ. നിയമന തട്ടിപ്പിന്റെ പേരിൽ മുൻപ് ഇവിടെ നടന്ന പ്രക്ഷോഭങ്ങളുടെ പേരിൽ പ്രതിപക്ഷം ഇപ്പോഴും ഊറ്റം കൊള്ളുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ ഇപ്പോൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വെറും പ്രഹസനമാണ്. ഭരണത്തെ സഹായിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നതാകും ശരി. അങ്ങനെ തിരുവനന്തപുരം നഗരവാസികൾ പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ സമരം, നഗരസഭ കണ്ടതിലെ ഏറ്റവും വലിയ സമരം, വിജയം കാണുന്നവരെ അതിനകത്ത് വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ നിരാഹാരം അനുഷ്ഠിച്ച് വിജയം കൈവരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. രാഷ്ട്രീയക്കാരില്ലാത്ത സാധാരണ ജനങ്ങളുടെ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് കുറച്ച് വൈകിയാലും കുഴപ്പമില്ലെന്ന മനോഭാവമാണ്. കഴുത്തറ്റം വെള്ളത്തിലായിട്ട് ഉണരാൻ കാത്തിരിക്കുന്ന പ്രതിപക്ഷം ഓർക്കണം, അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. വോട്ട് ചോദിച്ച് വീടുകൾ കയറേണ്ടതാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രണ്ട് ജനപ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതോടൊപ്പം റെസിഡൻസ് അസോസിയേഷന്റെ ഒരു പ്രതിനിധി, കരമരാജ്യത്ത് BJPയുടെ പാർലമെന്ററി പാർട്ടിയുടെ ഉപനേതാവ് കൂടിയാണ് നഗരസഭയിലെ. ഒപ്പം ആക്കുളം സുരേഷ്, കോൺഗ്രസിന്റെ പ്രതിനിധി ആണ്. അദ്ദേഹവും നമ്മോടൊപ്പം തത്സമയം ചേരും. ശ്രീ RS ശശികുമാർ, റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. ശശികുമാർ സാറും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം ഇടത് നേതാക്കളുമായി ബന്ധപ്പെട്ടെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് അവർ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം ഈ വിഷയം 4-5 മാസം മുമ്പ് തന്നെ മാതൃഭൂമി ന്യൂസ് എത്രയോ തവണ നഗരത്തിലെ ഗതികേട്, നഗരത്തിലെ ജനങ്ങളുടെ ജീവിതം, അത് ആ ഗതികേട് കണ്ട് പരമ്പരകളായി ഞങ്ങൾ വാർത്തകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അന്നൊരിക്കൽ ഒരു 4-5 മാസം മുൻപാണ് ഉച്ചയ്ക്ക് 2 മണിയുടെ ന്യൂസ് 2 to 4 ഇതേ ഒരു ഫ്ലോറിൽ തന്നെ അന്ന് ആര്യ രാജേന്ദ്രൻ ബഹുമാനപ്പെട്ട മേയറെ വിളിച്ചിരുത്തി ആ ചർച്ച നമ്മൾ നടത്തുകയും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്ന് ചോദിച്ചതും അന്ന് ലഘുവായിട്ടുള്ള ഒരു മറുപടി കൂടി ഒന്ന് കേട്ട ശേഷം അതിഥികളിലേക്ക് പോകാം.
ദുരിതങ്ങളൊക്കെ തന്നെ ഭാഗികമായിരിക്കണം. നന്നായിട്ട് ഈ വികസന പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന ജനങ്ങളെയാണ് ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞത്. പക്ഷേ അതൊരു ദൗർബല്യം പോലെ കണ്ട് ഇത്രമേൽ പോകുന്നത് കൊണ്ടാണ് ആ ദുരിതം നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ പോകാതിരിക്കാൻ കഴിയില്ല. ശ്രീമതി ആര്യ രാജേന്ദ്രൻ, എന്നാണ് ഈ പദ്ധതി, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി തീർക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമേൽ നീണ്ടു പോകുന്നത്? എന്ന് ഇത് തീരും ഇവരുടെ ദുരിതമെന്ന് ഒരു ഡെഡ് ലൈൻ താങ്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അല്ല, ഇപ്പോൾ നിലവിലുണ്ടായ പ്രശ്നം പരിഹരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത് മുഴുവൻ സ്ഥലത്തും ഒരേ സമയത്ത് തന്നെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ KRFBയുടെ റോഡുകളുടെ പ്രശ്നം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ, അതിന്റെ ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ തന്നെ ആദ്യഘട്ടത്തിലെടുത്ത 10 റോഡുകളിൽ 2 റോഡുകൾ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ കംപ്ലീറ്റ് ആയതിനെയും നമ്മൾ ചെയ്ത പ്രവർത്തികളെ പറ്റി, സർക്കാർ ചെയ്ത പ്രവർത്തികളെയും നഗരസഭ ചെയ്ത പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയും പറയുന്നില്ല. അപ്പോൾ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് കുതിരവട്ടം പപ്പു പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കുമെന്ന് അന്നേ തന്നെ പറഞ്ഞിരുന്നു. ഇത്രയുമേൽ ദുരിതം വേണ്ടി വരില്ല എന്ന് അന്ന് മേയർ ഉറപ്പ് നൽകി. ആ ചർച്ചയിൽ തന്നെ കരമരാജ്യത്ത് ഈ പറയുന്ന BJP നേതാവ് പങ്കെടുത്തിരുന്നു. കരമരാജ്യത്ത് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഈ ചർച്ചയിലും ശ്രീ RS ശശികുമാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശ്രീ ശശികുമാർ സാർ, ജനങ്ങളുടെ ദുരിതം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം 20 ലക്ഷത്തിലേറെ പേർ അധിവസിക്കുന്ന ഒരു നഗരപ്രദേശമാണ്. കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ വിവിധ ആവശ്യങ്ങൾക്കായി ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നു പോകുന്ന ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഈ ഗതികേടിൽ നമുക്ക് ഭരണപക്ഷത്തെ ഒരാളെ ഒരു അംഗമായി വിളിച്ചിരുത്തി ആ വാചകം കൂടി അതിൻ്റെ സമയം കവരേണ്ടതില്ല. കാരണം ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഒരാളുടെ കൂടി ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം എവിടെ പോയി എന്ന് ഈ ബൈറ്റുകളിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ചോദിക്കുന്നെങ്കിൽ അതിനർത്ഥമുണ്ടോ? അന്നേ ചർച്ചയിൽ, ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മോടിരിക്കുന്ന കരമന അജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ സാഹചര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ആൾ കൂടിയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്തുകൊണ്ടാണ് അവർ നിർവഹിക്കാത്തത്? അതോ നിർവഹിക്കുന്നുണ്ടോ കാര്യമായി? അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ദുരിതപൂർണമായ അവസ്ഥയുള്ള ഒരു തലസ്ഥാനം ഇന്ത്യയിൽ മറ്റൊന്നുമില്ല. അത്ര അനാഥമാണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം നഗരം. അതിന് പൂർണ്ണമായും ഉത്തരവാദിത്വം പറയേണ്ടത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിടിപ്പുകേട്, ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കാലയൂട്ടി നടക്കണമെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് നോക്കുക, KSEB മഴക്കാലത്തിന് മുമ്പ് തന്നെ അവർ മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്ന ജോലി, ശിഖരങ്ങൾ വെട്ടിമുറിക്കുന്ന ജോലി, അത് അവരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ പ്രത്യേകിച്ച് CPM ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. അവർ തയ്യാറായില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ കാലയൂട്ടി നടത്താൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറാകണം. പക്ഷെ പ്രതിപക്ഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഇവിടെ മഴ വന്നു, ആളുകൾ വീർപ്പുമുട്ടുന്നു, ഓടുകൾ പൊട്ടിയൊലിക്കുമ്പോഴാണ് പ്രതിപക്ഷം രംഗത്തിറങ്ങുന്നത്. പ്രതിപക്ഷം തീർച്ചയായിട്ടും അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഭരണകക്ഷിക്ക് ഇത്തരത്തിലുള്ള നിർവികാരമായ പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ മൊത്തത്തിൽ ആ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പറയുന്നത് ഞങ്ങൾക്ക് പണമില്ല, 1 ലക്ഷം രൂപ മാത്രമേ ഒരു വാർഡിന് അനുവദിച്ചിട്ടുള്ളൂ. അത് അപര്യാപ്തമാണെങ്കിൽ കൂടുതൽ പണം തിരുവനന്തപുരം നഗരത്തിലേക്ക് വാങ്ങാനായിട്ട് ഭരണകക്ഷിയായ കോർപ്പറേഷൻ തയ്യാറാകണം. ഇവിടെ കേരള സഭയ്ക്ക് 3 കോടി രൂപ മുടക്കാമല്ലോ. തൽക്കാലം ഈ ഒരു വർഷം ലോകസഭ വേണ്ട, നമ്മുടെ തലസ്ഥാന ശുചീകരണം നടത്താമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ പണം കോർപ്പറേഷൻ കൊടുക്കാമല്ലോ. അപ്പൊ കോർപ്പറേഷനെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന സംഭവം എന്താ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഒരു കക്ഷിയുടെയും സൈഡിൽ പറയല്ല, ഭരണകക്ഷി കാണിക്കുന്നതിന് പലതിനും അവിടെ കൗൺസിൽ ഒരു ബഹളം ഉണ്ടാക്കുന്നല്ലാതെ ഇവർക്ക് അവരുടെ കോർപ്പറേഷനിൽ അവരുടെ കൗൺസിലിലേക്ക് അവരുടെ വാർഡിലേക്കുള്ള വിഹിതം ഈ കോർപ്പറേഷന്റെ ഭരണാധികാരി കുറയ്ക്കുന്നല്ലോ എന്നുള്ള ഭയം കൊണ്ട് അവരുമായിട്ട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ആണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് നമ്മുടെ കോർപ്പറേഷന്റെ ഭരണാധികാരികൾക്ക് ഒരു എളുപ്പമാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മുടെ വാർഡിലെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റ് വികസന പ്രവർത്തന പണം തന്നതിന് അതിനും ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകണം. കാരണം എല്ലാ വാർഡിനും ഈക്വലായിട്ട് പണം വീഴ്ച കൊടുക്കുന്നതിന് എവിടെയൊന്നും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ട്. ഭരണകക്ഷി ഇത്രയും നിരുത്തരവാദിത്വപരമായി പെരുമാറുന്ന ഒരു മേയറും അവിടുത്തെ കൗൺസിലേഴ്സും കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴെന്താ, മേയർ ഉൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട ചെയർമാൻമാരുൾപ്പെടെയുള്ളവരും അവര് വിദേശവാസത്തിനും ഉല്ലാസത്തിനും ആയിട്ട് കുടുംബസമയം പോയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ റോഡുകൾ എങ്ങനെ കിടന്നാലെന്താ? അപ്പൊ ഇവിടെ ശുചീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മഴ വന്നതിന് ശേഷം നടക്കുന്നു. ഇനി ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ട് എന്ത് കാര്യമോ? അതുകൊണ്ട് ഇനിയെങ്കിലും വരുന്ന വർഷങ്ങളിലെങ്കിലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഉത്തരവാദിത്തോട് കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവന്നാൽ
അവരുടെ മേഖല ശുചീകരണ പ്രവർത്തനം കാലകൂട്ടി നടത്തിയില്ലെങ്കിൽ. ചോദിച്ചറിയാം ശ്രീ കരമരാജിത്ത്, അന്നത്തെ 4-5 മാസം മുമ്പ് താങ്കൾക്കും ബോധ്യമുള്ളതാണ്, താങ്കളും ഈ അന്നത്തെ മേയറെ അതിശക്തമായി വിമർശിച്ചു. വിമർശനങ്ങൾ പക്ഷേ വാക്കുകളിൽ ഒതുക്കി തിരുവനന്തപുരത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്, ഇവിടുത്തെ പ്രതിപക്ഷം എവിടെ? കാരണം ഉല്ലാസയാത്രയ്ക്കൊക്കെ മേയർ പോവുകയോ പല പല സംഭവങ്ങൾ ഈ പാതി വഴിക്ക് പണി നിർത്തി ജനങ്ങൾ പലരും മരിക്കാഞ്ഞത് അവരുടെ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ട്, അങ്ങനെ ശ്വാസം വലിച്ച് എത്രയോ നാളുകൾ തള്ളിപ്പോയി. തിരുവനന്തപുരത്തേക്ക് ആൾക്കും വരാൻ കഴിയാത്ത അവസ്ഥ. ഓരോ ആവശ്യങ്ങൾക്കായി നഗരത്തിലേക്ക് വരണം. ഇന്ന് വന്നാൽ നാളെ വേറൊരു വഴി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കളിപ്പുസ്തകത്തിൽ വഴി കാട്ടിക്കൊടുക്കൂ എന്നിങ്ങനെ പറയുമല്ലോ. ഒരു ചെല്ലുമ്പോൾ അവിടെ അടവ്, മറ്റൊരു വഴിയുടെ പോകുമ്പോൾ അവിടെ അടവ്. ആ ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 4-5 മാസമായി. ആ കാര്യങ്ങളിൽ വഴികാട്ടേണ്ട ഭരണപക്ഷത്തിന് പിഴച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ BJPക്ക് ആ റോൾ നിർവഹിക്കാനായിട്ടുണ്ടോ? എന്തുകൊണ്ട് BJP നേതാക്കൾ എവിടെയെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ബൈറ്റിലൂടെ ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ കരമരാജിത്ത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല. എല്ലാം ഒരു പക്ഷമേ ഉള്ളൂ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊരു പ്രത്യേകതയാണ്. അത് ചട്ടം പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ കൗൺസിലർമാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ഏകദേശം 34 കൗൺസിലർമാരാണ് നമുക്കുള്ളത്. ഈ 34 കൗൺസിലർമാരിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട്, എന്തെങ്കിലും ഒരു പോരായ്മ ഉന്നയിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തെ, ഒരു പ്രശ്നത്തെ ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മറുഭാഗത്ത് ബഹളമാണ്. അത് കേൾക്കുവാനുള്ള ഒരു മനസ്ഥിതി പോലും അവർ കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ്. സഭയിൽ വന്നിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് നിങ്ങളെപ്പോലുള്ള മീഡിയകൾ നിരവധി പ്രാവശ്യം അത് കണ്ടിട്ടുള്ളതാണ്. ഒരു ഗുരുതരമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉന്നയിക്കുന്ന സമയത്ത് വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമീപനമാണ് ഭരണപക്ഷത്തു നിന്നും, അതായത് ഭരിക്കുന്ന ഭരണസമിതിയുടെ പേരിൽ നിന്നും ഉണ്ടാകുന്നത്. അത് നമുക്ക് പലപ്പോഴും കണ്ടതാണ്. കഴിഞ്ഞ ഒരു കൗൺസിൽ നിങ്ങൾ കണ്ടല്ലോ, ഈ അവസാനമായി നടന്ന കൗൺസിൽ. ആ കൗൺസിലിൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ, നമ്മുടെ കൗൺസിൽ പാർട്ടി ലീഡർ MR ഗോപൻ, അദ്ദേഹം എണീറ്റ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം എണീറ്റ് ആ സംസാരത്തിന്റെ അതിനെ പ്രതിരോധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ പ്രതിരോധം കേരളം കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങൾ കണ്ടിട്ട്. കാരണം 6-7 മാസങ്ങൾക്ക് മുമ്പ് ഒരു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എത്രത്തോളം കാര്യക്ഷമതയോടുകൂടി 10-30-40 ദിവസം നിങ്ങൾ ആ പടിവാതിക്കൽ കുടിൽ കെട്ടിയതുപോലെ നിങ്ങളവിടെ സമരമിരുന്നു കൊണ്ട് 2 പേരും നടത്തിയിട്ടുള്ള ഈ വലിയ രീതിയിലുള്ള പ്രതിരോധം, മുദ്രാവാക്യങ്ങൾ, മേയറെ തടയലൊക്കെ കേരളം കണ്ടതാണ്. അതായത് നിയമനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ജനം വിചാരിക്കണം അത് നിയമനമാണ്, അതിൽ നിങ്ങൾക്കും അത് വന്നിട്ടില്ല, സ്വന്തം കാര്യം സിന്ദാബാദാണ്. ഇവിടെ പെരുവഴിയിലായ ജനങ്ങൾക്ക് വേണ്ടി ഇതാണ് സമീപനമെങ്കിൽ നിങ്ങൾ ഉയർത്തിയ സമരം എന്താണ്? കാരണം ഒരുപാട് 35 അംഗങ്ങളോളം BJPയുടേതായി ഈ നഗരസഭയിലുണ്ട്. പ്രതിരോധിക്കാം. അപ്പോൾ പ്രതിരോധം എന്തുകൊണ്ട് ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല? കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർമാർ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ, ഉന്നയിക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് കൗൺസിലിൻ്റെ അകത്താണ്. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചു വന്നത്. ഈ കൗൺസിലിൻ്റെ അകത്ത് നമ്മുടെ 34 കൗൺസിലർമാരിൽ ഏതെങ്കിലും ഒരംഗം എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ വെല്ലുവിളിക്കുന്ന സ്വഭാവത്തോടു കൂടിയാണ്. എനിക്കൊരു കുറച്ച് സമയം തരിക. ഈ കഴിഞ്ഞ കൗൺസിൽ, തൊട്ട് മുമ്പെയുള്ള കൗൺസിൽ, ആ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതിപക്ഷ നേതാവ് എണീറ്റ് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ പ്രസംഗം ആരംഭിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് സംസാരിച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ BJPയാണ്. BJPക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. RSS പോലെയുള്ള വേരുറപ്പുള്ള, കാരണം ഈ പല ഇടങ്ങളിലും പല കൗൺസിലർമാരും നേരത്തെ തന്നെ BJP ഒരു 2ാം സ്ഥാനത്ത് എത്തി നഗരസഭ പിടിക്കാൻ വേണ്ടിയുള്ള യത്നങ്ങൾ നടത്തുകയാണ്. പോട്ടെ, നഗരസഭയെ തിരിഞ്ഞു നോക്കുന്നില്ല. 10 ആള് കരമരാജ്യത്ത് വിചാരിച്ചാൽ 10 ആളല്ല, അതിൽ കൂടുതൽ ഇറങ്ങാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എത്രയോ കർമ്മസമിതികളുണ്ട്. കൈകോർത്ത ആളുകളെ നഗരസഭയ്ക്ക് അങ്ങനെ ഒരു മറുപടി കൊടുക്കാനുള്ള ആർജവം എന്തായില്ല. അത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ മേലാങ്കോട് വാർഡ് 56-ാം വാർഡ് തോട് അവിടെ ശുചീകരിച്ചിട്ടില്ല. കാരണം 2 വർഷം മുമ്പ് തോട് വന്ന് അവിടെ ശുചീകരിച്ചു. മാലിന്യം കെട്ടിക്കിടന്ന് അവിടെ നിന്ന് ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്നതാണ്. മാലിന്യം കെട്ടിക്കിടന്ന് കര കവിഞ്ഞു, റോഡ് മുഴുവൻ വെള്ളത്തിലായി. 2 വർഷം മുമ്പ് മാലിന്യം നീക്കിയപ്പോൾ റോഡിൽ വെള്ളം കയറിയില്ല. ഗതികേടാണ് സാർ. വാർഡ് മെമ്പർ BJPയാണ്. അപ്പോൾ നഗരസഭ ഇതാണ് മുട്ടാന്തർക്കം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിചാരിച്ചാൽ 10-20 ആളിനെ സംഘടിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. കുറച്ച് പൈസ, ഒരുപാടൊന്നും വേണ്ട, സ്വരൂപിക്കാം. ഈ പാവങ്ങളുടെ ഈ ഒരു ദുരിതത്തിന് ഇത്തരം കാര്യങ്ങൾ ഒരു കർമ്മയജ്ഞം പോലെ ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് BJPക്ക്?
നമ്മുടെ ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വെള്ളക്കെട്ടിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റിയുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് എല്ലാവർക്കും അറിയാം, അത് ആരും ഒളിച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 40ഓളം റോഡുകളുടെ പണികൾ ആരംഭിക്കുവാൻ വേണ്ടി കഴിഞ്ഞ 2017 ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പദ്ധതി. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും സമയം കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഈ 40 റോഡുകളിലെയും പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് കേവലം 10-15 പേര് മൺവെട്ടിയുമായിട്ട് വന്ന് ആ കുഴി മൂടിയ കുഴി മൂടുകയോ അല്ലെങ്കിൽ വെള്ളം തുറന്നു വിടുകയോ പറ്റില്ല. അതല്ല, ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എനിക്കറിയാം, കണ്ടടച്ചിട ഇരട്ടാക്കൽ, അത് ഏതൊക്കെ മേഖലയിലാണ് എത്രയൊക്കെ ഉണ്ടെന്ന് അറിയാം. ഞാൻ പറഞ്ഞ അനുബന്ധമായിട്ടുള്ള ചെറു റോഡുകളോ അല്ലെങ്കിൽ പാവപ്പെട്ട നിലവിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ തന്നെ ഞാൻ ഉദാഹരണമായിട്ട് ഈ പറഞ്ഞതാണ്. അവിടുത്തെ കൗൺസിലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മഴ വരുമ്പോഴുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോട്ടെ. അതിനപ്പോഴത്തേക്കൊരു പ്രതിപക്ഷം എന്താണ്? ഈ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ അന്ന് പോയതിനു ശേഷം ഈ വിഷയത്തിൽ എന്ത് പ്രതിഷേധമാണ് നിങ്ങൾ ഏറ്റെടുത്തുള്ളത്? നഗരം ഇതാ ഇങ്ങനെയാണ്, നഗരം വല്ലാതെ പോകുന്നു, ജനങ്ങളിതാ കഷ്ടപ്പെടുന്നു, ഇവിടെ ഒരു മേയർ ഉണ്ടോ, അല്ലെ മേയർ എവിടെ എന്ന ചോദ്യം എന്താണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്? ഏത് സമരമാണ് ഈ നഗരത്തിലൂടെ നിങ്ങൾ ഉയർത്തിയിട്ടുള്ളത്? അങ്ങ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കൊന്നും പോകേണ്ട. ഇവിടെ എന്ത് ഉത്തരവാദിത്തത്തോടുകൂടി ഒരു BJPയുടെ ജില്ലാ പ്രസിഡന്റ്, അവിടുത്തെ കൗൺസിലർ കൂടിയാണ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ വിവേചിച്ചറിയാൻ നല്ല ശേഷിയുള്ള വ്യക്തിയാണ്. എന്തെങ്കിലും ഒരു സമരപരിപാടി നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ജനം ചോദിക്കുന്നത്, ആ ബൈറ്റിൽ ചോദിക്കുന്നു, ഇവർ തമ്മിൽ ഡീലാണോ എന്ന് ചോദിക്കുക. എവിടെയാണ് ഈ പ്രതിപക്ഷം എന്ന്? ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഞങ്ങൾ ഒറ്റ മണിക്കൂർ സമരമാണ് ഇന്ന് നഗരസഭയുടെ മുന്നിൽ നടത്തിയത്. നിങ്ങൾക്കറിയാമോ, ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒറ്റ വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം സംജാതമാക്കിയത് ഈ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരാണ്. ഇന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഒരു മാർച്ച്, ഒരു സൂചന എന്നുള്ള നിലയിൽ ഒരു കോർപ്പറേഷൻ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ച് സംഘടിപ്പിക്കുന്ന സമയത്ത് മുഴുവൻ ആ മെയിൻ റോഡിലെ ബാരിഗേഡ് വച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് ആരാണ്? അത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്. പൊളിറ്റിക്കലിയുള്ള ചോദ്യമാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. പൊളിറ്റിക്കലിയുള്ള ചോദ്യം തന്നെയാണ്. തീർച്ചയായും അതിന് മറുപടി ശ്രീ ആക്കുളം സുരേഷ്. കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. കൗൺസിലർമാർ 10 പേരേ ഉള്ളൂവെങ്കിലും ഞാൻ നേരത്തെ BJPയോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ താങ്കളും അതിനുത്തരം പറയാൻ അർഹനാണ്. കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധാനം പാളുകയാണെങ്കിൽ കൈകോർത്ത് പോകണം. ഇന്നലെ കൊച്ചിയിൽ എന്താണ് കണ്ടത്? അവിടെ നഗരസഭയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പാളിയപ്പോൾ ദീപ്തി മേരി വർഗീസ് രംഗത്തിറങ്ങി പോള പറിക്കുകയാണ്. അതിനേക്കാൾ ദുഷിച്ച് നാറുന്ന തിരുവനന്തപുരം നഗരത്ത് ഇവിടെ കോൺഗ്രസ്സുകാരുണ്ടോ, കൗൺസിലർമാരുണ്ടോ എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് മറുപടി നൽകും താങ്കൾ? ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. ആരുണ്ട് ഞങ്ങളോട് ചോദിക്കാൻ എന്നുള്ള മട്ടിലുള്ള ഒരു ഭരണമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണം യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത് മാർച്ച് മാസം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യവാരം തുടങ്ങിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണമാവുകയുള്ളൂ. ഇത് പത്രത്തിലൂടെ മഴ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെയാണ് ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങാൻ തന്നെ കഴിഞ്ഞത്. ഇത് ഭരണകക്ഷിയുടെ പിടിപ്പുകേട് തന്നെയാണ്. എല്ലാ ഓടകളും നിറഞ്ഞു കിടക്കുകയാണ്. ഈ മണ്ണ് മാറ്റാൻ സ്ഥലമില്ല. മണ്ണ് കോരിയാൽ തന്നെ യഥാസമയങ്ങളിൽ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുവാനുള്ള സംവിധാനങ്ങളില്ല. നഗരസഭയ്ക്ക് ആവശ്യമായ JCBയോ അല്ലെങ്കിൽ ഇറ്റാച്ചി പോലുള്ള സംവിധാനങ്ങളോ ഇല്ല, ടിപ്പറില്ല. ഇത് നമ്മൾ ഈ ഓടയിൽ നിന്നും കോരുന്ന മണ്ണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ അതിനുള്ള പ്രത്യേകം സംവിധാനമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ധാർഷ്ട്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഈ ആമേഴഞ്ചാം തോട്, പാർവതി പുത്തനാർ, അതുപോലെ തന്നെ തെക്കനക്കര കനാൽ, ഈ 3 സംവിധാനങ്ങൾ, ഈ ജലസ്രോതസ്സുകൾ യഥാസമയങ്ങളിൽ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു അവസരം ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെ ഏതാണ്ട് ഒരു 75% നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ നേതാക്കൾ ഇവിടുത്തെ ഈ പാവങ്ങളുടെ പ്രശ്നങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ചോദ്യമാണ്. ഇവിടുത്തെ സംസ്ഥാനത്തെ KPCCയുടെയോ? കാരണം നഗരമാണ്, കേവലം ഇതൊരു വെറും നഗരമല്ല. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ നഗരത്തെ ആശ്രയിക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന ആളുകൾ വന്നു പോകുന്ന ഇടത്ത് പറ്റുമ്പോൾ അത് പൊതൊരു വിഷയമായി മാറുകയാണ്. അവിടെയാണ് നിങ്ങളുടെ നേതാക്കൾ, DCC ഉണ്ട്, അവരാരെങ്കിലും വന്ന് ഇവരുടെ ഈ പാവങ്ങളുടെ കഷ്ടപ്പാടൊന്ന് രജിസ്റ്റർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അടുത്തിടയ്ക്കൊന്നും. അല്ല, DCC നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം പ്രാദേശികമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ആ പ്രദേശത്തുള്ള ആളുകൾക്കൊരു ആശ്വാസം നേടുക എന്നാണ് DCCയിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശം. അത് ഞങ്ങൾ ഈ 10 കൗൺസിലേഴ്സും പാലിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമുക്ക് നഗരസഭയുടെ സഹായം അല്ലെങ്കിൽ
സർക്കാരിൻ്റെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. വെള്ളക്കെട്ടെന്ന് പറയുന്നത് മലിനജലം കൂടിയാണ് ഒഴുകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ പോയാൽ സാംക്രമിക രോഗങ്ങൾ കാരണം ആളുകൾ ഏറെ ബുദ്ധിമുട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മഴ യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വരുന്ന ഒരാഴ്ച കഴിയുമ്പോഴേക്കാണ് യഥാർത്ഥ നമ്മുടെ കാലവർഷം വരുന്നത് എന്നാണ് നമുക്ക് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോഴും തന്നെ നമ്മൾ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അത് മേയർ ഉൾപ്പെടെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് അവർ പറയുന്നതല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ഇവിടെ യാത്രകൾ പോകുവാനും അല്ലെങ്കിൽ സ്വകാര്യ യാത്രകൾ ദിവസവും അങ്ങനെ സമയം ചെലവഴിക്കുന്നതല്ലാതെ നഗരസഭയുടെ കാര്യങ്ങൾ നോക്കുവാനോ അതാണ് ശ്രീ ആക്കുളം സുരേഷ്, നമ്മുടെ ഗതികേടതാണ്. തെരഞ്ഞെടുപ്പ് 5 വർഷം കൂടുമ്പോഴേ ഉള്ളൂ. ഈ പാവപ്പെട്ട ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടും ഓരോരുത്തരെ. പിന്നീട് 5 വർഷം കഴിയുമ്പോൾ 5-ാം വർഷം അടുക്കുമ്പോൾ വന്ന് ഇങ്ങനെ അന്വേഷിക്കും. കാരണം ഈ ഗതികേട് കഴിഞ്ഞ 1 മാസം മുൻപേ ആണെങ്കിൽ തെരഞ്ഞെടുപ്പിന് സമയമാണ്. ആരൊക്കെ അവിടേക്ക് വരുമായിരുന്നു വീടുകളിലേക്ക്? ഈ പാവങ്ങളെ അവർ ഉണ്ടോ, അല്ലെങ്കിൽ അവർ തേനും പാലുമായിട്ട് എത്തുമായിരുന്നു? കാരണം ആരൊക്കെയാണ്? കെട്ടിയിറക്കിയവരുണ്ട്, അല്ലാത്തവരുണ്ട്. ആരെയും കാണാനില്ല, ഒരു മനുഷ്യരെയും കാണാനില്ല. വാക്കിൽ ഈ തേനിൽ പൊതിഞ്ഞ വാക്കുകളുമായിട്ട് പോയി. ഒരു മഹാൻ, ആ മഹാന് ഇവിടെ മരണം സംഭവിച്ചു പ്രളയം കാരണം എന്ന് എഴുതി പിടിപ്പിച്ച അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ FB ഹാൻഡിൽ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെയുള്ളൂ ഈ ജനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ. എന്തായാലും ഒന്ന് തിരിച്ച് ഒരു ഇടവേള എടുത്ത ശേഷം തിരികെ അതിഥികളിലേക്ക് എത്താം. ചർച്ചയിലേക്ക് തിരികെ എത്താം. ശ്രീ ശശികുമാർ സാറേ, ഈ 2 ജനപ്രതിനിധികളും അവരുടെ ഗതികേടിൻ്റെ സ്വരമാണ് ആ വാക്കുകളിൽ നിന്നും കേട്ടത്. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. അപ്പോൾ നഗരസഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അവർ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ, കാരണം പലർക്കുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ സിനിമ കാണാനൊക്കെ പോയി, ആ സിനിമ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരൊക്കെ പോയി ആ സിനിമ ഇട്ട് ലൈക്ക് നേടുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട്. അവരൊക്കെയുള്ള ചിന്തകൾ അതിനൊന്നും നമ്മളെ എതിരല്ല, സിനിമകളൊക്കെ കാണാം. പക്ഷേ ഇവിടെ ചക്രശ്വാസം വലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവരെയൊക്കെ കാണാതെ പോകുന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യും? എന്താണ് ഇതിനൊരു പോംവഴി? കാരണം കാലവർഷം വരാൻ പോവുകയാണ്. അതിൽ വളരെ ആശങ്കയുണ്ട് കേട്ടോ. കേരളത്തിലെ പ്രത്യേകിച്ച് തലസ്ഥാനവാസികൾക്ക് വളരെ ആശങ്കയുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ സുരേഷും കരമനായത്തും അതിൽ അവരുടെ നിസ്സഹായതയാണ് അവിടെ വെളിപ്പെടുത്തിയത്. അവർക്കും ഇതിനകത്തുള്ള അപകടം എന്താണെന്നുള്ള കാര്യം പൂർണ്ണ ബോധ്യമുണ്ട്. ഞാനീ പറയാൻ കാരണം, MLA-മാരെക്കാളും MP-മാരെക്കാളും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പെട്ടെന്ന് കൗൺസിലർമാരെയാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം ഫോൺ വിളിക്കുന്ന കൗൺസിലറാണ്, കൗൺസിലർമാരെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയും വലിയൊരു പ്രതീക്ഷയാണ് ജനങ്ങൾ കൗൺസിലർമാരിലുള്ളത്. പക്ഷെ ആ പ്രതീക്ഷ അനുസരിച്ച് പ്രതീക്ഷ നിറവേറ്റാൻ ചിലപ്പോൾ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെങ്കിലും ഭരണകക്ഷി അത് ചെയ്യണം, അത് ചെയ്യുന്നില്ല. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യത്തിലും പ്രതിപക്ഷം പരാജയപ്പെടുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ BJP ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ കർമ്മസമിതി രൂപീകരിച്ച് കുറെ രക്ഷാപ്രവർത്തനങ്ങൾ, കുറെ ശുചീകരണ പ്രവർത്തനം നടത്താം. അത് പറ്റില്ല, അത് കുറച്ച് സാമ്പത്തികത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ സാമ്പത്തികം നൽകാൻ കോർപ്പറേഷൻ തയ്യാറല്ലെങ്കിൽ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇവിടെ മേയർക്ക്, ഇവിടെ എത്രയോ പ്രഗത്ഭരായ മേയർമാരുന്നല്ലോ, അവർക്കൊന്നും ഇല്ലാതെ 10 കോടി രൂപ മുടക്കി ഇവിടെ ഒരു മേയർക്ക് ഒരു മാളിക പണിയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ മാളിക പണിയുക എന്ന് പറയുമ്പോൾ 10 കോടി മുടക്കുമ്പോൾ 5 കോടി പാർട്ടിയിൽ പോവുകയാണ്. മേയർക്കൊരു കോർപ്പറേറ്റ്. അപ്പൊ മേയറുടെ മാളിക പണിയുന്നതല്ല വേണ്ടത്. നമുക്കിവിടെ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി പണം വേണം. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്ക് മാറ്റണം. അത്തരത്തിൽ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് കോർപ്പറേഷനുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്ക് പറയാൻ മടിയില്ല, ഇത്രയും പക്വതയില്ലാത്ത, ഇത്രയും യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയെ മേയറാക്കി വെച്ചിട്ട് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ്. പണം തട്ടാനൊരു മാർഗമായി ഒരാളിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അവരവിടെ കോർപ്പറേഷൻ വന്നിരുന്നുകൊണ്ട് ഈ മുതിർന്ന സുരേഷും പോലെയുള്ള സീനിയർ മെമ്പർമാർ സംസാരിക്കുമ്പോൾ, വളരെ പുച്ഛത്തോടുകൂടി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഡിമോറലൈസ് ചെയ്യപ്പെടുകയാണ്. കേരളത്തെ തലസ്ഥാന നഗരം ഇന്ന് അക്ഷരാർത്ഥത്തിൽ അനാഥമാണ്. മിസ് മാനേജ്മെന്റ് ആണ് കോർപ്പറേഷൻ നടക്കുന്നത്. ഇതിനെ മാറ്റിയെടുക്കുവാൻ പ്രതിപക്ഷം ശക്തമായി നീങ്ങണം. അവർ മോഡലായി പ്രവർത്തിക്കണം. അവർ കർമ്മസമിതികൾ രൂപീകരിക്കണം. പണം വാങ്ങണം. ഈ മേയറുടെ മണിമാളിക പണിയുന്നത് മാറ്റിവെപ്പിക്കണം. ഇത്തരത്തിലുള്ള ഒരു മേയറാണെങ്കിൽ ആ മേയർ ബഹിഷ്കരിക്കാൻ തയ്യാറാവണം. അത്തരത്തിലുള്ള ശക്തമായ സമരം നടത്തിയില്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം പട്ടണം അനാഥമാകുമെന്നുള്ള അതിൽ സംശയം വേണ്ട. ശ്രീ കരമനജിത്ത്, എന്താണ് ഫോർമുലയുള്ളത്? നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഗതികേടാണ് താങ്കളടക്കം നേരത്തെ പറഞ്ഞത്. നമുക്കിനി താമസിക്കാൻ സമയമില്ല. ഇതിപ്പോൾ വേനൽ മഴ, ചക്രവാത ചുഴി 1-2 ദിവസം പോയി അസ്തമിച്ചാലും വരാനിരിക്കുന്നത് പെരുമഴയുടെ കാലമാണ്. അജിത്ത്, ഇവിടെ ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് ശശികുമാർ സാറ് പറഞ്ഞു, കർമ്മസമിതിയൊക്കെ രൂപീകരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ
കേവലം ഒരു ഓടയുടെ മണ്ണ് മാറ്റുന്നത് ചിലപ്പോൾ കൗൺസിലർമാരെ കൊണ്ട് ഒരു 10 പേരെ സംഘടിപ്പിച്ച് താങ്കൾ പറഞ്ഞതുപോലെ 10 പേരെ സംഘടിപ്പിച്ചിട്ട് ഓടയിലെ മണ്ണ് മാറ്റാം, അല്ലെങ്കിൽ സ്ലാബ് ഇളക്കിയിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ തടസ്സങ്ങൾ നീക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആരും പൊട്ടനാകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോഴുള്ള കനാലുകൾ, അതുപോലെ തന്നെ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും അധീനതയിലുള്ള തോടുകളും മറ്റു കാര്യങ്ങളും ഇവിടെ എല്ലാം വ്യാപകമായ കയ്യേറ്റം നടന്നിരിക്കുകയാണ്. മഴ പെയ്യുന്ന സമയത്ത് ആ മഴവെള്ളം പോകുവാനുള്ള സൗകര്യമില്ല. ആ സൗകര്യമില്ലായ്മ കൊണ്ടത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വലിയ ഒരു വിപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ തോടുകളും കനാലുകളും ഒക്കെ കയ്യേറ്റം നടത്തി അതിൻ്റെയൊക്കെ വീതി വളരെയധികം. ഇപ്പോൾ മേയർ അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം ഇന്നലെ മെനഞ്ഞ ഒരു സ്ഥലത്ത് പോയി കണ്ടെത്തി അവർ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് അവരെ കണ്ടെത്തിയിരിക്കുന്നു. ഈ പറയുന്ന ഈ കയ്യേറ്റങ്ങളെ JCB വെച്ചു അതുപോലെ തന്നെ അതിനെ പൊളിച്ചു മാറ്റാനോ നമ്മൾ കേവലം കൗൺസിലർമാർക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സാധിക്കുമോ? അതൊക്കെ നിയമപരമായി ഇത് കൊടുത്തവർ, ഇത് കഴിഞ്ഞ 45 വർഷക്കാലം ഇവിടുത്തെ ഭരണം നടത്തുന്നത് ആരാണ്? ഇവിടുത്തെ CPM-ന്റെ നേതൃത്വത്തിലുള്ള മേയറേയും അല്ലെങ്കിൽ നഗരസഭയാണെങ്കിൽ എന്താണ് BJP ഇനിയുള്ള ഈ വിഷയത്തിലെ ജനമനസ് ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങൾക്കൊരു പ്ലാനിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ 34 കൗൺസിലർമാരുണ്ട്. നമ്മുടെ 34 കൗൺസിലർമാരുടെ ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് പറയുകയാണ്, ഇന്ന് രാവിലെയും 3 മണിക്കൂർ എൻ്റെ വാർഡിലെ ഈ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടാണ് ഞാൻ ഇന്ന് 11 മണിക്ക് നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള സമരത്തിലേക്ക് ഞാൻ വന്നത്. നമ്മുടെ എല്ലാ കൗൺസിലർമാരും നമ്മുടെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളാൽ ഈ അണ്ണാൻകുഞ്ഞിനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മൾ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ വാർഡുകൾ ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല. പ്രിയ സുഹൃത്ത്, ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നഗരസഭയുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ പരിധിയിലുള്ള ഓടകൾ, ചെറിയ ഓടകൾ, അത് വന്ന് വീഴുന്നത് നേരെ മരാമത്തിൻ്റെ, അതായത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ PWD ഓടയിലാണ്. അത് പിന്നെ ചെന്ന് വീഴുന്നത് മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും അതുപോലെ തന്നെ ആറുകളിലേക്കാണ്. ഈ പറയുന്ന ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണം. മഴ വന്ന് പെയ്യുമ്പോൾ പെയ്ത് നിന്ന് അത് ഒഴുകാനുള്ള സാഹചര്യം പതുക്കെ താരാനേ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വ്യാപകമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. പക്ഷേ ആ ഒഴുക്കിനെ തടസ്സം വരുത്തുന്ന തരത്തിൽ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇതിൻ്റെ വകുപ്പ് മേധാവികളോ ഇത്തരം പ്രവൃത്തികൾ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്, മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മഴക്കാലത്തിന് തൊട്ടു മുമ്പേയുള്ള കാലാംശത്തിലുള്ള ശുചീകരണ പ്രവർത്തനം. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥം. ഇപ്പോൾ മേയറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. മേയറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ എല്ലാ ദിവസവും 5-6 പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ ഓടയുടെ ഇടയിലും ഓരോ തോടിൻ്റെ ഇടയിലും ഓരോ വീട്ടിലും സന്ദർശിക്കുന്നതാണ്. ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ്? മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് ആരംഭിക്കുന്ന ഒരു നിശ്ചിത സമയം, കട്ട് ഓഫ് ഡേറ്റ്, ആ ഡേറ്റ് അതായത് നമ്മൾ ജൂൺ മാസം പകുതിയാകുമ്പോൾ ഇടവപ്പാതി പെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വേനൽ മഴ പെയ്യുമെന്നും എല്ലാവർക്കും അറിയാം. അതിനും 2 മാസത്തിന് മുമ്പ് ഇത്തരം പ്രവർത്തനം ഇന്ന് ഈ 2 ദിവസം കൊണ്ട് ഇപ്പോൾ ടൂറൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടില്ല. പക്ഷേ ഈ ചർച്ചയ്ക്ക് തന്നെ ഒരു കാലാംശത്തിൽ ഈ ചർച്ചയ്ക്ക് വന്ന് ഇവിടെ ഇരുന്ന് നമ്മുടെ മേയർ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നമ്മൾ ഈ 24-ാം തീയതിക്കകത്ത് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. മാർച്ച് മാസം 24-ാം തീയതി. മാർച്ച് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നത് എന്താണ്? ജൂൺ മാസം 15-ാം തീയതിക്കകത്ത് പ്രവൃത്തി ഒരു ബൈറ്റ് കൊടുക്കുവാൻ പോലും ഒരു ദൃശ്യമാധ്യമങ്ങളിലോ ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ ചെന്ന് എന്താണ് ഇവിടുത്തെ കാര്യം എന്ന് വിവരിക്കുവാൻ പോലും മനസാന്നിധ്യം, ഒരു 2 മിനിറ്റ് ഒരു ബൈറ്റ് കൊടുക്കുവാൻ പോലും ആ മനസ്സനുവദിക്കുന്നില്ല. പിന്നെയാണോ നമ്മൾ കൗൺസിലിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഭവത്തിന് ശേഷം ഒരു പ്രതികരണത്തിനും മേയർ തയ്യാറായിട്ടില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. ശ്രീ ആക്കുളം സുരേഷ്, ഈ ജൂൺ 15 അന്ന് കരമരാജ്യത്ത് പറഞ്ഞത് മാതൃഭൂമി ന്യൂസിന്റെ ഇതേ ഫ്ലോറിൽ മേയർ പറഞ്ഞ കാര്യമാണ് മാർച്ച് 23-നകമെന്ന്. ജനമിങ്ങനെ ദുരിതപ്പെടുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഒരു അമ്മയുടെ വീട് ഇടിഞ്ഞ് വീണ ഒരു വാർത്ത ഞാൻ മറ്റൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ട് അതിനകത്ത്. കാരണം കൗൺസിലർമാരെ പോലും ആരും റിപ്പോർട്ടറോട് പറയുക, ആരും തിരിഞ്ഞു നോക്കിയില്ല. അയൽവക്കത്തെ 1-2 പേര് വന്നിട്ട് പോയി, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗതികെട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയും ഈ വിഷയത്തിൽ? ഇല്ല, വരും ദിവസങ്ങളിൽ നമ്മൾ പാർട്ടിയുമായി ആലോചിച്ച് തന്നെ ഉടനെ തന്നെ, കാരണം കാലവർഷം നമ്മുടെ പടിവാതിക്കലെത്തി, ഇനി ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം നമ്മുടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ജനങ്ങൾ നികുതി പണം കൊടുക്കുന്നുണ്ട്.
തിരുവനന്തപുരം നഗരസഭ ആവശ്യപ്പെടുന്ന നികുതി പണം എല്ലാ ജനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ തിരികെ അവർക്ക് യാതൊരു സംവിധാനവുമില്ല. അവർക്ക് ശരിയായ രീതിയിൽ റോഡിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. തെരുവ് വിളക്കുകളാണെങ്കിൽ പകുതിയെ കത്തുന്നുള്ളൂ. നായ്ക്കളുടെ ശല്യമാണെങ്കിൽ തെരുവിലിങ്ങനെ നടക്കാൻ കഴിയുന്നില്ല. ടൂ വീലറുകാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു നഗരസഭയാണ്. അപ്പോൾ ജനങ്ങൾ കാശ് കൊടുക്കാത്തത് കൊണ്ടോ നഗരസഭയ്ക്ക് കാശില്ലാത്തത് കൊണ്ടോ അല്ല. വേറെ വിചിത്രമായ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നഗരത്തിൽ ഇവിടെ പണിയെടുക്കുന്ന കരാറുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കരാറുകാരെ ഇതുപോലൊരു ടേബിളിൽ ഇരുത്തി അവരുടെ കാര്യങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്ത് നന്നായിരിക്കുമെന്നൊരു അഭിപ്രായം, വ്യക്തിപരമായൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അവരുടെ അടുത്ത് പറയുന്നത് 25-30 ലക്ഷം രൂപയുടെ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ 1 ലക്ഷം രൂപ ഇപ്പോൾ തരാം, ബാക്കി കാശ് അടുത്ത വർഷം 2025 മാർച്ചിന് മുമ്പ് തരാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കരാറുകാരൻ ഈ പണിയെടുത്ത് ചെയ്യാൻ തയ്യാറാകുമോ? അയാൾ എവിടെന്നെങ്കിലും പലിശയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ DD ഈ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തായിരിക്കും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പം ഒരു വലിയ കടക്കണിയിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരാരും ഇത്തരത്തിലുള്ള പണികൾ ഏറ്റെടുക്കുകയില്ല. അതുപോലെ തന്നെ ഞാൻ പല കൗൺസിലിലും ആവശ്യപ്പെട്ടതാണ് നമുക്കൊരു പോട്ട് ഹോൾ ഫില്ലിംഗ് മെഷീൻ വാങ്ങിക്കണമെന്ന്. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് മെനി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പ്രോവർബുണ്ട്, ഒരു സ്ലോഗനുണ്ട്. അത് നമ്മളിവിടെ അനുവർത്തിക്കണം. അതായത് ഒരു ചെറിയ കുഴി കണ്ടാൽ വിതിൻ 24 hours ആ കുഴി നമ്മൾ ടാറാണെങ്കിൽ ടാർ, കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് അതിനെ റെക്ടിഫൈ ചെയ്താൽ അതൊരു വലിയ കുഴിയാകാതിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുവഴി നമുക്ക് നഗരസഭയ്ക്ക് പണം ലാഭിക്കുവാനും ഒക്കെ സാധിക്കും. സുരേഷ്, എന്തായാലും സർക്കാരും, കാരണം ഈ ജനങ്ങൾ ഒന്ന് ക്ഷമിക്കണം, കാത്തിരിക്കണം. കാരണം കാത്തിരുന്ന് നടുപൊടിഞ്ഞു ജനത്തിൻ്റെ. കാരണം അങ്ങത്രമേൽ അവസ്ഥ ദയനീയമാണ്. പറഞ്ഞു വരുന്നത് കാരണം എത്രയോ കച്ചവടക്കാർ, ആ കച്ചവടക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ വയറ്റിപ്പിഴപ്പിന് ആ ഒരു ആശ്രമേ ഉള്ളൂ. അവിടെയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങളായി. അവരുടെയൊക്കെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? അവരെങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? പിന്നീട് ഈ പറയുന്ന തീ തിന്ന് ജീവിക്കുകയാണ് ആളുകളൊക്കെ തന്നെ. രോഗികൾ, അവർക്ക് വാഹനത്തിൽ ദൈനംദിനമായി കിഡ്നി രോഗികൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, ഡയാലിസിന് പോകേണ്ട രോഗികൾ, ഇവർക്കൊക്കെ ആ വഴികളിലൂടെ പോകാൻ കഴിഞ്ഞിട്ട് മാസങ്ങളായി. ചെറിയ ഒരു റോഡ് പാത മാത്രം, കോൺക്രീറ്റിൻ്റെ താൽക്കാലിക പാതകൾ, അതിലേക്ക് പോകുമ്പോൾ കാൽ വഴുതി വീഴാത്തത് ആ കുടുംബത്തിൻ്റെ മാത്രം പ്രാർത്ഥന ഒന്നുകൊണ്ടുമാണ്. അങ്ങനെ നഗരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സുഖവാസത്തിന് പോകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഭൂമി സൃഷ്ടിച്ച ദൈവം 7-ാം നാൾ വിശ്രമം എടുത്തു എന്ന് AK ബാലൻ്റെ തിയറി കേൾക്കാൻ കൊള്ളാം. പക്ഷേ അത് അനുഭവിക്കാൻ പറ്റില്ല നഗരത്തിലെ ആളുകൾക്ക്. എന്തായാലും ഇതിന് ഒരു അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുകയാണ്. ഇനിയും നീട്ടി ഡേറ്റുകൾ കൊണ്ടുപോകാതിരിക്കുക. ഒപ്പം തന്നെ മഴക്കാലത്തിന് മുന്നോടിയായിട്ടുള്ള, ഇനിയിപ്പോൾ ഈ വേനൽ മഴ തീർന്ന് കാലവർഷത്തിന് മുന്നോടിയായി ചെറിയ ഒരു കാലതാമസമെങ്കിലും കിട്ടുന്നെങ്കിൽ അതിൽ അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ ആക്കുളം സുരേഷ്. ഒപ്പം നേരത്തെ പ്രതികരിച്ച RS ശശികുമാർ, ഒപ്പം കരമന അജിത്ത്.